നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രണയ കൊലപാതകങ്ങൾ ഒരുപാട് നമ്മൾ വാർത്തകളിലൂടെ കണ്ടും കേട്ടും അറിഞ്ഞിട്ടുണ്ട്. ഒരു പ്രണയം അവസാനിപ്പിക്കുമ്പോൾ അതിൻ്റെ പകയായിട്ട് ആ പെൺകുട്ടിയെ അല്ലെങ്കിൽ ആ പയ്യനെ വകവരുത്തുന്ന രീതി നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് ഒരുപാട് വാർത്തകളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതായത് ഒരു നോ പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു തലമുറയാണ് ഇന്നുള്ളത്. അതിൻ്റെ പേരിൽ തന്നെയാണ് നിരവധി കൊലപാതകങ്ങളും ഇതിൻ്റെ പേരിൽ നടക്കുന്നത്. അത് യാതൊരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്ത വളരെ ചെറുപ്പം യുവാക്കളൊക്കെ തന്നെയാണ് ഇത്തരത്തിലൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോവുകയും ഇന്നലെ വരെ സ്നേഹിച്ചിരുന്ന ഒരു പങ്കാളിയെ ഇന്ന് അത് വേണ്ട, ഒരു ബന്ധം വേണ്ട എന്ന് പറയുമ്പോൾ അത് പെടുത്താനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നുണ്ട് എന്നുള്ളത് വളരെ നടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിപ്പോൾ പ്രണയത്തിൽ മാത്രമല്ല സംഭവിക്കുന്നത്. അതായത് ഒരു വിവാഹമോചനം നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ ഒരു പങ്കാളിയായിട്ടുള്ള ബന്ധമെല്ലാം തന്നെ അവിടെ വേർപ്പെടുകയാണ്. പക്ഷെ എന്നിട്ടും നമ്മുടെ മറ്റൊരാൾ അവിടെ സന്തോഷത്തോടെ അല്ലെങ്കിൽ സമാധാനത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ അത് വീണ്ടും പകയായി അവരെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു പക മനസ്സിൽ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് കൊലപാതകങ്ങൾ നടക്കുന്ന വാർത്തയും നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അതിൽ ഏറ്റവും ഉദാഹരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ചെറുവണ്ണൂരിൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ യുവതിക്ക് നേരെ ഇന്നലെ ആസിഡ് ആക്രമണം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് പോലീസ് വിശദമായി പരിശോധിച്ച് വന്നപ്പോഴാണ് ഈ ഒരു ചെറുവണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ പൂനത്ത് കാലടിപ്പറമ്പിൽ പ്രബീഷയാണ് മുൻ ഭർത്താവ് തന്നെയാണ് ഇത്തരത്തിൽ ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്താനായിട്ട് ശ്രമിച്ചത്. പക്ഷേ പ്രബീഷ തലനാരിഴയ്ക്കാണ് പ്രശാന്തിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. പ്രബീഷയ്ക്ക് 29 വയസ്സാണ് പ്രായം. കഴിഞ്ഞ 3 വർഷമായിട്ട് ഇവർ വേർപിരിഞ്ഞ് തന്നെ കഴിയുകയായിരുന്നു. അതായത് ഈ പറയുന്ന പ്രതി പ്രശാന്തുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളെല്ലാം തന്നെ വേർപ്പെടുത്തി സെപ്പറേറ്റ് ആയി കഴിയുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിലൊരു അറ്റാക്ക് 3 വർഷം കഴിഞ്ഞിട്ട് സംഭവിക്കുന്നത്. ഇപ്പോൾ ആ ഒരു വിഷയത്തിൽ ഈ ഒരു കൊലപാതക ശ്രമത്തിൽ കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നു വരികയാണ്. ഈ ഒരു സംഭവത്തിന്റെ നടുക്കത്തിലാണ് നാട്ടുകാരും അതുപോലെ തന്നെ പ്രബിഷയുടെ കുടുംബമെല്ലാം. ഒരു സ്ത്രീയുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടാണ് ആ ഒരു ആശുപത്രിയിലെ ജീവനക്കാരും സമീപവാസികളും ചെറുവണ്ണൂർ ആയുർവേദ ആശുപത്രിയിലെ സ്ത്രീകളുടെ വാർഡിലേക്ക് ഓടിയെത്തുന്നത്. അപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ബാത്റൂമിലേക്ക് ഓടിക്കയറി വെള്ളം ശരീരത്തിലേക്ക് കോരി ഒഴിക്കുകയായിരുന്നു ഈ പറയുന്ന പരിക്കേറ്റ പ്രബിഷ എന്ന് പറയുന്ന യുവതിയുടെ മുഖവും നെഞ്ചുമെല്ലാം തന്നെ ആസിഡ് വീണ് മുഴുവനായിട്ട് അവിടെ പൊള്ളിപ്പോയിരുന്നു. വേദന കൊണ്ട് അവർ കരയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഇവർ അവിടെ ബാത്റൂമിലേക്ക് കയറി സ്വയം തനിക്ക് പറ്റാവുന്ന രീതിയിൽ വെള്ളം കോരി ആ മുറിവിലോട്ട് അല്ലെങ്കിൽ പൊള്ളലേറ്റ ഭാഗത്തോട്ട് അവർ ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാർക്കും ജീവനക്കാർക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അവരും അവരോടൊപ്പം തന്നെ പ്രബീഷയോടൊപ്പം ചേർന്ന് അവിടെ നിന്ന് വേഗത്തിൽ വെള്ളം പിടിച്ച് ശരീരത്തിലേക്ക് ഒഴിക്കുകയായിരുന്നു. നിലവിളി കേട്ട് ഓടി വരുമ്പോൾ ഒരാൾ ആശുപത്രിയിൽ നിന്ന് ഓടുന്നതാണ് ആദ്യം കണ്ടതെന്നാണ് ആശുപത്രിക്ക് മുൻവശത്ത് താമസിക്കുന്ന വലിയ പറമ്പിൽ ലിതിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടുള്ളത്. പ്രതി പ്രശാന്ത് വന്ന സ്കൂട്ടർ റോഡിൽ പോകാനായി തിരിച്ചു നിർത്തിയിരുന്നു. ഈ ഒരു യുവതിയുടെ ദേഹത്തേക്ക് ആസിഡ് ഒഴിച്ചതിന് ശേഷം ഉടനെ തന്നെ ആശുപത്രിയിൽ നിന്ന് ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിൻവശത്തു കൂടി മതിൽ ചാടി പുറത്തു കടന്ന് സ്കൂട്ടറിൽ കയറി അയാൾ ഉടനെ രക്ഷപ്പെടുകയും ചെയ്തു. രാവിലെ തൊഴിലുറപ്പ് തൊഴിലാളികളും ആശുപത്രി സമീപത്ത് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ആസിഡ് ആക്രമണം നടത്തി സ്കൂട്ടറിൽ രക്ഷപ്പെടുകയെന്ന പ്രതി പ്രശാന്തിനോട് തന്നെയാണ് ഇവരെല്ലാം എന്താണ് സംഭവമെന്ന് അന്വേഷിച്ചത്. അതായത് ആളുകൾക്ക് മനസ്സിലായില്ല. അവരിങ്ങനെ ഓടി അകത്തോട്ട് വരുന്ന സമയത്ത് ഒരു വ്യക്തി ഈ ഒരു ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഓടി വരുന്ന ആളുകൾ തന്നെ ഈ ഒരു പ്രശാന്തിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. ആശുപത്രിയിൽ എന്തോ പ്രശ്നമാണെന്നായിരുന്നു മറുപടി നൽകിയത്. പക്ഷെ അവർ ആരും അറിഞ്ഞില്ല ഈ ഒരു കുറ്റകൃത്യം ചെയ്ത പ്രതി തന്നെയാണ് ഇത്തരത്തിൽ ഇവിടെ നിന്ന് അതിനുശേഷം അങ്ങോട്ടേക്ക് ഓടി രക്ഷപ്പെടുന്നത് എന്നുള്ളത്. ഉടനെ തൊഴിലാളികളെല്ലാം തന്നെ ഈ ഒരു പ്രബിഷയുടെ അവിടേക്ക് എത്തുകയായിരുന്നു. ലിതിൻ നേരിട്ട് വീട്ടിൽ താമസിക്കുന്ന ലിതിൻ വേഗം വീട്ടിലുള്ള കാർ കൊണ്ടുവന്ന് പ്രബിഷയെ കയറ്റി ആയുർവേദ ആശുപത്രി ജീവനക്കാർക്കൊപ്പം പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലേക്ക് കുതിക്കുകയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചതുകൊണ്ടും വേഗത്തിൽ ചികിത്സ നൽകാനും കഴിഞ്ഞതുകൊണ്ടാണ് പ്രബിഷ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. പ്രബിഷയുടെ അമ്മ വീട് ചെറുവണ്ണൂരിലാണ്. ചെറുവണ്ണൂർ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി തിരഞ്ഞെടുക്കാൻ ഇതും കാരണമായിരുന്നു. ചെറുപ്പം മുതലേ അമ്മ വീടിനടുത്തുള്ളവർക്കെല്ലാം പ്രബിഷയെ പരിചയമുണ്ട്. ഗ്രാമപ്രദേശത്ത് ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത
തരത്തിലുള്ള ആസിഡ് ആക്രമണ വാർത്ത കേട്ട് നാട്ടുകാരെല്ലാം തന്നെ നടുക്കത്തിലാണ്. മാത്രമല്ല ഓടിയെത്തുമ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ദേഹം മുഴുവൻ പൊള്ളലേറ്റ് നിൽക്കുന്ന പ്രവിശ്യയാണ്. എന്ത് ചെയ്യണം എന്നുള്ളൊരു നടുക്കത്തിലായിരുന്നു ആ നാട്ടുകാർ മുഴുവൻ. പക്ഷേ വളരെ വേഗത്തിൽ തന്നെ കാറെടുത്ത് യുവതി ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചത് വളരെ ഭാഗ്യമാണ്. പ്രവിശ്യയെ കൂടാതെ സ്ത്രീകളുടെ വാർഡിൽ സംഭവം നടക്കുമ്പോൾ 2 രോഗികൾ കൂടി ഉണ്ടായിരുന്നു. അവരെല്ലാം പ്രവിശ്യയുടെ നിലവിളി കേട്ടാണ് ആക്രമണം നടന്ന കാര്യം മനസ്സിലാക്കുന്നത്. ആക്രമണം നടന്ന ആശുപത്രി വരാന്ത പോലീസ് ഉടനെ സീൽ ചെയ്തു. വൈകിട്ട് സയന്റിഫിക് സംഘം സ്ഥലം പരിശോധിച്ചു. ആസിഡ് കൊണ്ടുവന്ന സ്റ്റീൽ കുപ്പി ആശുപത്രിയുടെ പുറകിൽ വലിച്ചെറിഞ്ഞ നിലയിലും കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 9:30ഓടെയാണ് ചെറുവണ്ണൂർ സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവതിക്ക് നേരെ മുൻ ഭർത്താവ് ആസിഡ് ആക്രമണം നടത്തിയത്. നടുവണ്ണൂർ കൂട്ടാലിട പ്രവിശ്യയുടെ മുഖത്തും നെഞ്ചിനും പുറത്തുമാണ് പൊള്ളലേറ്റത്. പ്രവിശ്യ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. സംഭവത്തിന് ശേഷം സ്കൂട്ടറിൽ രക്ഷപ്പെട്ട മുൻ ഭർത്താവ് നടുവണ്ണൂർ തിരുവോട് കാരാടിപ്പറമ്പിൽ പ്രശാന്ത് മേപ്പയൂർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. ഇയാളുടെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലഹരിക്ക് അടിമയാണ് പ്രശാന്ത് എന്നാണ് പ്രവിശ്യയുടെ കുടുംബം പറയുന്നത്. നടുവേദനയ്ക്ക് ചികിത്സയ്ക്കായി 18-നാണ് പ്രവിശ്യ ആശുപത്രിയിൽ എത്തുന്നത്. ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് പ്രശാന്ത് വാർഡിന് മുന്നിലെ വരാന്തയിലേക്ക് പ്രവിശ്യയെ വിളിക്കുകയായിരുന്നു. ഉടൻ തന്നെ കയ്യിൽ കരുതിയിരുന്ന സ്റ്റീൽ കുപ്പിയിൽ കരുതിയിരുന്ന ആസിഡ് പ്രവിശ്യയുടെ മുഖത്തേക്കും ശരീരത്തിലേക്കും ഒഴുക്കിയായിരുന്നു. പൊള്ളലേറ്റിട്ട് നിലവിളിയോടെ പിന്തിരിഞ്ഞ് ഓടുകയായിരുന്നു ഈ പ്രവിശ്യ. ആ സമയത്ത് ബാക്കി ഉണ്ടായിരുന്ന ആസിഡ് ശരീരത്തിന്റെ പിൻഭാഗത്തേക്കും ഒഴിച്ചിരിക്കുകയാണ്. അതിക്രൂരമായിട്ടുള്ള അറ്റാക്കാണ് പ്രവിശ്യയ്ക്ക് നേരെ മുൻ ഭർത്താവായിട്ടുള്ള പ്രശാന്ത് നടത്തിയിരിക്കുന്നത്. രക്ഷപ്പെടാനായി പിന്നീട് വാർഡിലെ ബാത്റൂമിലേക്കാണ് പ്രവിശ്യ നേരെ ഓടിക്കയറിയത്. ഈ സമയം തന്നെ പ്രവിശ്യ നിലവിളിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഉടനെ ആളുകൾ ഓടിയെത്തുമെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഉടനെ പ്രശാന്ത് റോഡരികിൽ നിർത്തിയ സ്കൂട്ടറിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ആശുപത്രി ജീവനക്കാരും ഓടിയെത്തിയവരും പ്രവിശ്യയെ ഉടനെ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ശരീരത്തിൽ 20% ഭാഗത്ത് പൊള്ളലേറ്റതായി അപകട നില തരണം ചെയ്തതുമായാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയത്. എന്നിരുന്നാലും ആ ഒരു പൊള്ളൽ, അതിന്റെ ഒരു വേദന എത്ര ദിവസം കഴിഞ്ഞായിരിക്കും ഇനി അവർക്ക് അത് മാറാൻ പോകുന്നത് എന്നുള്ളത് ഓർക്കുമ്പോൾ അതീവ ദുഃഖകരം എന്ന് മാത്രമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. മാറാട് കോടതി മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി പ്രവിശ്യയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 വർഷം മുമ്പാണ് കുടുംബ കോടതി വഴി ഇവർ ബന്ധം വേർപിരിഞ്ഞത്. ഇവരുടെ 2 ആൺകുട്ടികൾ അച്ഛനൊപ്പമാണ്. 1 വർഷം മുൻപ് വീട്ടിൽ കയറി പ്രവിശ്യയെ അമ്മയെയും അടിച്ച് പരിക്കേൽപ്പിച്ചതിനും പ്രശാന്തിനെതിരെ ബാലുശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായുണ്ടായ നടുവേദനയ്ക്കാണ് ആയുർവേദ ചികിത്സ നടത്തിയതെന്നും പറയുന്നു. 2 ദിവസം മുമ്പ് പ്രശാന്ത് പ്രവിശ്യയെ കാണാൻ എത്തിയിരുന്നു. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയാണ് പ്രവിശ്യ. പ്രശാന്ത് തൃശ്ശൂരിൽ ടാക്സി ഡ്രൈവറാണ്. ഇതിനു മുൻപും ഇത്തരത്തിൽ ഇയാൾ അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. മകനെയും കൊലപ്പെടുത്താനായിട്ട് ശ്രമിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് ഈ ഒരു ബന്ധം വേർപ്പെടുത്തിയിട്ടും യാതൊരു തരത്തിലും അവരെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ വിടില്ല എന്ന് ഉറപ്പിച്ചു തന്നെയാണ് പ്രശാന്ത് അവരെ കൊലപ്പെടുത്തണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് ആശുപത്രിയിൽ എത്തിയത്. ഏതായാലും തലനാരിഴയ്ക്കാണ് പ്രവിശ്യ രക്ഷപ്പെട്ടത്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്.